എല്ലാവർക്കും നമസ്കാരം. സ്പൈസ് ബോർഡിൽ നിന്നും 5 പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. നമുക്ക് ഓരോ നോട്ടിഫിക്കേഷനും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ, സ്പൈസ് ബോർഡ് പാലാരിവട്ടം കൊച്ചിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്ന പോസ്റ്റ് പ്രൊജക്ട് ഫെല്ലോ ആണ്. MSc ഇൻ പ്ലാന്റ് നെമറ്റോളജി അല്ലെങ്കിൽ സെറികൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കെമിക്കൽ ഫുഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ കെമിസ്ട്രി ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 21,000 മാസം സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 2 വർഷത്തേക്കാണ് ഇപ്പോൾ ഇത് വിളിച്ചിരിക്കുന്നത്. 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇന്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇന്റർവ്യൂവിന്റെ പ്ലേസ് കൊടുത്തിട്ടുണ്ട് 30/4/2026. 30 ഏപ്രിൽ 2026 ഇന്റർവ്യൂവിന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത പോസ്റ്റ് MBA മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇക്വലന്റ് റെഗുലർ കോഴ്സ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആ തസ്തികയിലേക്ക് ചോദിക്കുന്നുണ്ട്. 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്. 35,000 രൂപയാണ് മാസം സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വർഷം 30,000, രണ്ടാമത്തെ വർഷം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ 30,000 സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്റർവ്യൂവിന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഹെഡ് ഓഫീസ് കൊച്ചി, കേരള. ഡേറ്റ് ആൻഡ് ടൈം വിൽ ബി ഇനിഷ്യേറ്റ് ആൻഡ് ഡ്യൂ കോഴ്സിൽ അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 30/4/2026 മുന്നേ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത പോസ്റ്റ് പ്രൊജക്ട് അസിസ്റ്റന്റ് ആണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BSc അഗ്രികൾച്ചർ, MSc ഇൻ ബോട്ടണി മൈക്രോബയോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 25,000 സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 35 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്കുള്ള വെന്യൂ ഓഫ് വാക്കിൻ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്പൈസസ് ബോർഡ് ICRI ഇടുക്കി വെച്ചാണ് എൻ്റെ വാക്കിൻ ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്. വാക്കിൻ ഇന്റർവ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 30/4/2026 10:30. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് ആണ്. സാമ്പിൾ ഡെസ്ക് SRD എന്ന് പറഞ്ഞ പോസ്റ്റാണ്. 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാജുവേഷൻ ഓർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഏത് ഡിഗ്രി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്ന 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 25,000 ബേസ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മന്ത്ലി സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റും ടൈമും കൊടുത്തിട്ടുണ്ട് ഇന്റർവ്യൂവിന്റെ. 30/4/2026 10:30 ഇന്റർവ്യൂവിന്റെ ടൈം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത പോസ്റ്റ് റിസർച്ച് അസോസിയേറ്റ് ആണ്. 35,000 സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 45 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ബോട്ടണി ഓർ പ്ലാന്റേഷൻ ബോട്ടണി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ അഗ്രികൾച്ചർ വിത്ത് പ്ലാന്റ് ബ്രീഡിംഗ് അല്ലെങ്കിൽ ജെനറ്റിക്സ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എസെൻഷ്യൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ആൻഡ് ടൈം ഓഫ് വാക്കിൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. 30/4/2026 11 മണിക്കാണ് വെന്യൂ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. സെലക്ഷൻ ഓഫ് സ്പൈസസ് റിസർച്ച് അസിസ്റ്റന്റ് ട്രെയിനി ആണ് അടുത്ത പോസ്റ്റ്. 21,000 മാസം സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ MSc ഇൻ അഗ്രോണമി, സോയിൽ സയൻസ്, ബയോ കെമിസ്ട്രി, ഹോർട്ടിക്കൾച്ചർ, എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്ലാന്റ് പതോളജി എന്ന തസ്തികയിലേക്കാണെങ്കിൽ MSc ഇൻ അഗ്രികൾച്ചർ, മൈക്രോബയോളജി, ബോട്ടണി, ഹോർട്ടിക്കൾച്ചർ വിത്ത് 55% മാർക്ക് ഉള്ളവർക്ക് ഇന്റർവ്യൂ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 30/4/2026 ഇന്റർവ്യൂ ഡേറ്റ്. 10:30 പ്ലേസ് കൊടുത്തിട്ടുണ്ട്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയ ശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.